ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 4-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദിവസമാണ് ശനിയാഴ്ച ദിവസം. ശനിയുമായി ചന്ദ്രൻ കൂടിച്ചേരുന്നു, അതുപോലെ തന്നെ ശുക്രൻ കൂടിച്ചേരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഗ്രഹസ്ഥിതിയാണ് ശനിയാഴ്ച ദിവസം മേടക്കൂറുകാർക്കുള്ളത്. തന്മൂലം മേടക്കൂറുകാർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും മാതാവിനും ശത്രുത വന്നിരുന്നൊരു ദിവസമാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടമുണ്ടെങ്കിൽ പോലും ജാതകൻ്റെ ഭാര്യ നിമിത്തമോ അല്ലെങ്കിൽ ജാതകയുടെ ഭർത്താവ് നിമിത്തമോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഭർത്താവിൻ്റെ ഭാര്യയുടെ വീട്ടുകാരോ മുഖേനയൊക്കെയുള്ള ശത്രുതകളും പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖസ്വസ്ഥതന്മൊന്നും അത്ര അനുകൂലമായൊരു ദിവസമല്ല ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ജാതകർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല, തൃപ്തികരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് ശനിയാഴ്ച ദിവസം അത്ര അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ദേഷ്യത്തിന് അല്ലെങ്കിൽ അവരുടെ കോപത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അത്ര നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കൂറുകാർ മനസ്സിലാക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമാണെങ്കിലും അത്ര കണ്ട് നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. പ്രത്യേകിച്ച് ചന്ദ്രൻ ഈ കുംഭൻ രാശിയിൽ ശനിയും ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നു. ശനിയും അതുപോലെ തന്നെ ശുക്രനും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഈ നാളുകാർക്ക് സുഖസ്വസ്ഥ, ദേഹനന്മ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചമാകണമെന്നില്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി മോശമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ട്. തൊഴിലിടങ്ങളിൽ ശത്രുതയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മേലധികാരികളുടെ കോപത്തിന് ഇരയാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ശനിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് ദാമ്പത്യ ജീവിത സുഖം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ, ദേഹനന്മ ചിലർക്ക് അനുകൂലമാണ്, ചിലർക്കത് മോശമായ സാഹചര്യത്തിൽ കടന്നു വരും എന്നുള്ളതും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും ചിലർക്ക് ഉണ്ടാകും. ചിലർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം, ചിലർക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകാം. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൃപ്തികരമാകണമെന്നില്ല. ശത്രുടഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അത്ര നല്ല അനുഭവങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധി നിറഞ്ഞൊരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ധനപരമായ വിഷയങ്ങളൊക്കെ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുമൂലം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പല പ്രകാരത്തിലുള്ള തിക്താനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശരീരത്തിന് സുഖമില്ലാത്തൊരവസ്ഥ വന്നു ചേരാം. മാനസികവും ശാരീരികവുമായ തളർച്ച ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അനുകൂലമായ ഫലങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കൂറുകാർ മനസ്സിലാക്കുക. എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. കുടുംബത്തിൽ സമൃദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാലും മറ്റു പല വിഷയങ്ങളും ഇവരെ വേട്ടയാടി മാനസികമായും ശാരീരികമായി ഇവർ തകർന്നു പോകുന്നൊരവസ്ഥയിൽ എത്തിച്ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്തരം, കാൽ നാളുകാർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുമൂലം പല വിധത്തിലുള്ള നഷ്ടങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും, മാനസികവും ശാരീരികമായ തളർച്ച, ക്ഷീണം, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ, തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശത്രുത മൂലം, പ്രായമായവർ മുഖേനയുള്ള ശത്രുത മൂലം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു വരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവും കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത്ര അനുകൂലമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതാണ് ഈ ശനിയാഴ്ച ദിവസ ഫലം. അപ്പോൾ ശനിയാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാമെങ്കിലും മറ്റു പല കാര്യങ്ങളും തിക്താനുഭവങ്ങളായിട്ട് വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം
അവർക്ക് കടബാധകളാലും ശത്രുതകളാലും രോഗത്താലും ഭാരപ്പെട്ടവർക്കുന്ന ആശ്വാസം വന്നൊരു ദിവസമാണ്. പക്ഷേ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ തൃപ്തികരമാകണമെന്നില്ല. അതാണൊരു വിഷയം. ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. ശത്രുതകളൊക്കെ ആയിരിക്കും വന്നു ചേരുക. ധനപരമായ വിഷയത്തിൽ ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ടാണ് ശനിയാഴ്ച ദിവസം ഇവരെ തേടി വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ സൂക്ഷിക്കുക, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അകപ്പെടാതെ നിൽക്കുക. പല പ്രകാരത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. ഒരു പ്രകാരത്തിലല്ല, പല പ്രകാരത്തിലും. കുടുംബസുഖത്തിൽ കാര്യമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, തൊഴിൽപരമായുള്ള നേട്ടം ഉണ്ടാകണമെന്നില്ല, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അഭിപ്രായ വ്യത്യാസം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 ചോതി വിശാഖ 3 നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കാര്യവിജയം അത്ര അനുകൂലമായൊരു ദിവസമല്ല. കാര്യവിജയത്തിലേക്ക് കടക്കുമ്പോൾ ശത്രുതകളൊക്കെ വന്നു ചേർന്ന് കാര്യപരാജയം അല്ലെ തടസ്സമൊക്കെ വന്നു ചേർന്ന് ശത്രുതകളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇവർക്ക് കാര്യവിജയം, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പല കാര്യങ്ങളും ഏർപ്പെട്ടാലും അവിടെയെല്ലാം തടസ്സം സംഭവിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അനുകൂലമായൊരു ഗ്രഹസ്ഥിതിയല്ല ഇവർക്ക്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ബലവാനായ ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ തൊഴിൽഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ചന്ദ്രന് ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ അത് ധനപരമായ ബുദ്ധിമുട്ടിനെ കാണിക്കുന്നു, പല വിധത്തിലുള്ള പ്രതിസന്ധിയെ കാണിക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേങ്കിൽ പല പ്രകാരത്തിലുള്ള തിക്താനുഭവങ്ങൾ ഇക്കാര്യത്തിൽ വന്നു കിടന്ന് സുഖസ്വസ്ഥത ഏകദിനമ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ദൈവാധീനമുള്ളവർക്ക് ഒരുപക്ഷെ പല പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും. അവർക്ക് കുടുംബസുഖവും ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക ആൾക്കാർക്കും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിതം കടന്നു പോകാത്തൊരു സാഹചര്യമാണ്. 4-ലെ ശനിയും 5-ലെ രാഹു ഇവരെ പിടിമുറുക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവരുടെ ജീവിതത്തിൽ അലട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസവും കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. ആശാവഹമായ കാര്യങ്ങളൊന്നും അവർക്ക് വന്നു ചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ശനീശ്വര പൂജയും ശനിയെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ശനിയാഴ്ച ദിവസം തള്ളിവിടുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം 4 നാളുകാരെ സംബന്ധിച്ച് ധനപരമായുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ കൊണ്ട് സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളുണ്ട്. രോഗത്താലും മറ്റ് പല വിധത്തിലുള്ള പ്രതിസന്ധികളാലും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പോലും പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ വൃശ്ചികക്കൂറുകാർ കടന്നു പോവുക. അവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഒന്നും തന്നെ അവരെ തേടി വരുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അപ്പോൾ പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു ശേഷി ആർജിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ മുമ്പോട്ട് പോവുക. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അനുകൂലമായ നേട്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ധനപരമായിട്ടുള്ളൊരു നേട്ടം നിങ്ങൾക്ക് ആശാവഹമാണ് എങ്കിൽ പോലും മറ്റു പല കാര്യങ്ങളും തിക്താനുഭവങ്ങളായി വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധമായ അസ്വസ്ഥകളും പ്രയാസങ്ങളിൽ നിന്നും അവർ കരകയറാൻ പോവുകയാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. 12-ൽ സൂര്യൻ നിന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ വന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇനി ആരോഗ്യം വീണ്ടെടുത്ത് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ആരോഗ്യപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽ ഗുണം, മറ്റു പല കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ അത് അവർക്ക് ഒരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. ചിലർക്കൊക്കെ വളരെ സീരിയസ് ആയ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. 12-ലേക്ക് സൂര്യൻ വന്നപ്പോൾ ഹൃദ്രോഗം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ, തലയ്ക്കുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെ വന്ന് പലരും ഭാരപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം വന്നു ചേർന്നിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ആ മോശമായ സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. ചന്ദ്രൻ ബലവാനാകുകയാണ്. ചന്ദ്രൻ ബലവാനായി കഴിഞ്ഞാൽ 12-ൽ നിൽക്കുന്ന സൂര്യന് ബലമില്ലാത്തതുകൊണ്ട് തിക്താനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരത്തില്ല. അപ്പോൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ഇനി മുമ്പോട്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം പലർക്കും തിക്താനുഭവങ്ങൾ തന്നെ വന്നു ചേരാനും ശത്രുത മൂലം പലവിധമായ പ്രതിസന്ധികൾ അവർ ജീവിതത്തിൽ കടന്നു വരുവാനും സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം. അത്ര അനുകൂലമായ ദിവസമല്ല കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായ വലിയ മെച്ചമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പലർക്കും ശത്രുത മൂലം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ത്രീ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. രോഗം, കടം, ശത്രുത എന്നിവയൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണം, പ്രതിസന്ധിയിൽ അകപ്പെടരുത്. ഈ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരുന്നു കുംഭക്കൂറുകാർ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാലത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നു. ഒരു
നല്ല ദിവസമല്ല ശനിയാഴ്ച ദിവസം. പല കാര്യങ്ങളും തിക്താനുഭവം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ആരോഗ്യം മോശമാകാം, ദാമ്പത്യ ജീവിതം മോശമാകാം, ബന്ധുക്കൾ ശത്രുക്കളാകാം, പലവിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സുഖസ്വസ്ഥത ഏകദിനമൊന്നും അനുകൂലമാകണമെന്നില്ല, കുടുംബസുഖം അനുകൂലമാകണമെന്നില്ല. ധനപരമായ നേട്ടം ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടവും പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം വലിയ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവുമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും അത്ര നല്ലതല്ല. ഒട്ടുമിക്ക കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മീനക്കുറുകാർ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് നിത്യ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ 2025 വർഷഫലം അറിയാൻ താല്പര്യമുള്ളവർക്ക് ജനനത്തീയതി, ജനിച്ച സമയം, സ്ഥലം എന്നിവ വാട്സപ്പ് ചെയ്താൽ 1000 രൂപ ദക്ഷിണയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വർഷഫലം പറഞ്ഞു തരാം. വർഷഫലം കൊണ്ട് നേട്ടം. നിങ്ങൾ ഈ 2025 വർഷം ഏതെങ്കിലും ഒരു പുതിയ സംരംഭമോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കുമോ, ധനം നഷ്ടപ്പെട്ടു പോകുമോ, നല്ല സമയം ഏത് സമയത്തായിരിക്കും, ഒരു വർഷം 12 മാസത്തിൽ ചിലപ്പോൾ 2-3 മാസമൊക്കെ നല്ല സമയമായിരിക്കും. ആ സമയത്തൊക്കെ നല്ല ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള സമസ്ത കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വർഷഫലത്തിലുള്ളത്. താല്പര്യമുള്ളവർക്ക് വർഷഫലം വാങ്ങിക്കുക, 1000 രൂപ ഇട്ട് തരിക. പേര്, അതുപോലെ തന്നെ സ്ഥലം, ജനിച്ച സ്ഥലം, സമയം ഒക്കെ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് പങ്കുചേരുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ശത്രുതകൾ ഒക്കെ നമുക്കുണ്ട്. ഇതിലെല്ലാം അതിജീവിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ മഹാദേവൻ്റെ ദൈവീയമായ ശക്തിയും കൂടെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം നല്ലൊരു അനുഭവമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അപ്പോൾ അതിൽ പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമത ഓം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും സ്നേഹവും എല്ലാ പ്രിയപ്പെട്ടവരിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.